വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം പരിഹാസ്യമായ കാര്യങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളത് കൊണ്ട് ഞാനത് മറന്നിരിക്കുന്നില്ല. പക്ഷെ അതിലൂടെ ഉദ്ദേശിച്ചത് LDF ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത തകർക്കാം, LDFനെ താറടിച്ച് കാണിക്കാം, LDFനും സർക്കാരിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നവരും അതിൻ്റെ പങ്കാളികളുമായിട്ടുള്ള ആളുകളെ ആകെ വ്യക്തിപരമായി ആകെ അപകീർത്തിപ്പെടുത്തുക. അങ്ങനെ നാട്ടിലൊരു തെറ്റായ പ്രതീതി തങ്ങൾക്ക് സൃഷ്ടിക്കാനാകും. ഇതായിരുന്നു കണക്കുകൂട്ടൽ. നിർഭാഗ്യവശാൽ ഈ പ്രചരണത്തിൽ LDF ഒഴികെയുള്ള എല്ലാവരും ഏറെക്കുറെ ഒന്നിച്ചു നിന്നു. അതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് കടന്നു. അതിനുവേണ്ടി അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായി. കേരളം വിട്ടാൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള UDF ഇവിടെ BJPയുമായി അവിശുദ്ധ ബന്ധത്തിലായി. എല്ലാവരും ഓർക്കുന്ന കാര്യമായിരിക്കും, രാവിലെ ഒരു കൂട്ടർ പറയുന്ന കാര്യം ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു കൂട്ടർ ആവർത്തിക്കുന്നു. ഒരേ കാര്യം, അത് വസ്തുതയല്ല, കെട്ടിച്ചമച്ച നുണ. രണ്ടു കൂട്ടരും ജനസമക്ഷം അവതരിപ്പിക്കുന്നു. ആ നുണ അതേപോലെ ഏറ്റെടുത്ത് ഇതാ വലിയ വിശ്വസനീയമായൊരു കാര്യം വന്നിരിക്കുന്നു എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നാകെ രംഗത്ത് വരുന്നു. പിന്നെന്ത് വേണം? അതിനുവേണ്ടി ഇവർ നടത്തുന്ന BJPയും UDFും നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല, നാട്ടിലെ ആളുകളെ ആകെ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടിയായാൽ നാടാകെ ആ പ്രചരണം വിശ്വസിക്കുമെന്ന ധാരണയിൽ അവരെത്തി. തകർന്നു. ഇതായിരുന്നു കണക്കൂട്ടൽ. LDF തകർന്നു. പിന്നെ മറ്റു പണികളായി. തെരഞ്ഞെടുപ്പ് വരുന്നു, വിജയം സുനിശ്ചിതം. അടുത്ത ഭരണത്തിൽ അതിന് വരേണ്ടവരാര്, വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടവരാര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നു. ഞങ്ങളപ്പോഴും ശാന്തമായി കേരളത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയായിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് വിധി ജനങ്ങൾ നൽകിയപ്പോൾ ഈ പ്രചരണം നടത്തിയവർക്കെല്ലാം മുഖത്തേറ്റ കനത്തി അടിയായി. 99 സീറ്റ് LDFന് നൽകിക്കൊണ്ടാണ്
LDF-ന് തുടർഭരണം സമ്മാനിച്ചത്. ഒരു കൈപ്പിഴയുമല്ല. ഞങ്ങൾക്ക് നാടിനെ, ഈ നാടിൻ്റെ ഭാവിക്കും ഈ നാടിൻ്റെ ശരിയായ വികസനത്തിനും LDF ആണ് വേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അടങ്ങിയിരിക്കുന്നവരല്ല ഇവർ. വർദ്ധിത വീര്യത്തോടെ കൃത്യമായ ശത്രുതാ സമീപനം സ്വീകരിച്ചു 2021 അധികാരത്തിലേറിയ സർക്കാരിനെതിരെ ഒരിടവേളയുമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെല്ലാം പ്രചരണങ്ങളാണെന്ന് നോക്കുക. ഞാനിപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ആകെ പോവുകയല്ല, കാരണം അത് ധാരാളം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ നാട് തകരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഈ നിലപാട് സ്വീകരിച്ചത്. രാഷ്ട്രീയമായി അകൽച്ചയുണ്ടാകാം, രാഷ്ട്രീയ വിരോധമുണ്ടാകാം. ആ രാഷ്ട്രീയ വിരോധത്തിൻ്റെ മേലെ നാടിനെ തകർക്കുന്ന നടപടികൾ സ്വീകരിക്കാമോ? നിർഭാഗ്യവശാൽ അതാണ് ഇവിടെ ഉണ്ടായത്.